നമസ്കാരം. ലേറ്റ് എഡിഷൻ തുടങ്ങുന്നു. ഞാൻ ദില്ല മധു. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിനായി അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി ഇന്ത്യ സഖ്യം. 118 പ്രതിപക്ഷ അംഗങ്ങൾ ഒപ്പുവച്ച നോട്ടീസ് അടുത്ത മാസം 9 പരിഗണിക്കും. അവിശ്വാസ നോട്ടീസിൽ തീരുമാനമുണ്ടാകുന്നതുവരെ സ്പീക്കർ ഓം ബിർള ലോക്സഭയിൽ എത്തില്ല. അതേസമയം ബജറ്റ് ചർച്ചയിൽ കേന്ദ്രത്തിനെതിരെ ശക്തമായ രൂക്ഷമായ വിമർശനമുന്നയിച്ച ഡോക്ടർ ശശി തരൂർ എം പി രംഗത്തുവന്നു. ബജറ്റിന്മേലുള്ള പൊതുചർച്ചയിൽ പ്രതിപക്ഷ നിരയിൽ നിന്നും ആദ്യം സംസാരിച്ച ഡോക്ടർ ശശി തരൂർ എം പി കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ചു. ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ മാത്രമാണ്, ഒന്നും നടപ്പാകുന്നില്ല. കേന്ദ്രം കേരളത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നു. 22 ഇംസുകൾ അനുവദിച്ചിട്ടും കേരളത്തിന് ഒന്നുപോലുമില്ലാത്തത് വ്യവസ്ഥാപിതമായ അവഗണനയാണെന്നും തരൂർ. And aims that is not even a dot on a map is not institution building, it is institutional disregard. Kerala does not lack need, capacity or credibility. What it lacks, it seems, is visibility in this government's priority. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പശ്ചാത്തലത്തിൽ ഇന്ത്യ സഖ്യം ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി. ഭരണഘടനാ അനുച്ഛേദം 94C പ്രകാരമുള്ള നോട്ടീസിൽ 118 അംഗങ്ങളാണ് ഒപ്പുവെച്ചത്. രാഹുൽ ഗാന്ധി ഒപ്പുവെച്ചിട്ടില്ല. തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ സ്പീക്കർക്കെതിരായ നീക്കത്തിൽ നിന്നും വിട്ടുനിന്നു. സ്പീക്കർക്ക് പകരം കേന്ദ്ര സർക്കാരിനെയാണ് ലക്ഷ്യം വെക്കേണ്ടതെന്നാണ് തൃണമൂലിന്റെ നിലപാട്. KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നോട്ടീസ് ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗിന് സമർപ്പിച്ചത്. നോട്ടീസ് പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാൻ സ്പീക്കർ സെക്രട്ടറി ജനറലിന് നിർദ്ദേശം നൽകി. 14 ദിവസത്തിന് ശേഷമായിരിക്കും നോട്ടീസ് പരിഗണിക്കുക. പ്രമേയം പാസാകാൻ 272 അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. ചരിത്രത്തിൽ ഇത് 4ാം തവണയാണ് ലോക്സഭാ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകുന്നത്. 24 ഡൽഹി. ആത്മകഥാ വിവാദത്തിൽ ആദ്യ പ്രതികരണവുമായി മുൻ കരസേനാ മേധാവി ജനറൽ MM നരവനെ. പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന് പ്രസാധകരുടെ എക്സ്പോസ്റ്റ് പങ്കുവച്ച നരവനെ വ്യക്തമാക്കി. പുസ്തകം വാങ്ങിയത് ആമസോണിൽ എന്ന് കോൺഗ്രസ് ഉന്നയിച്ചതിനു പിന്നാലെയാണ് ഈ പ്രതികരണം. തന്റെ ആത്മകഥ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകത്തെ ചൊല്ലി വിവാദം ശക്തമായതിന് പിന്നാലെയാണ് മുൻ കരസേനാ മേധാവി ജനറൽ MM നരവനയുടെ പ്രതികരണം. പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന പ്രസാധകരായ പെൻഗ്വിൻ ബുക്സിന്റെ വിശദീകരണമടക്കം പങ്കുവച്ചാണ് നിലപാട് അറിയിച്ചത്. അതേസമയം പുസ്തകം വാങ്ങിയത് ആമസോണിൽ നിന്നെന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ്. പുസ്തകം ആമസോണിലാണ് ഞങ്ങൾ വായിച്ചത്. ആ ആമസോണിൽ കിട്ടിയ പുസ്തകത്തിന് ഇപ്പൊ അവർക്കെതിരെയും കേസെടുക്കേണ്ടി വരും. എടുക്കട്ടെ. പുസ്തകം ഓൺലൈനിൽ വാങ്ങാനുള്ള വിവരങ്ങൾ ജനറൽ MM നരവനെ തന്നെ പങ്കുവച്ചിരുന്നുവെന്ന് രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കി. Believe Mr. Narawan, he is the army chief. He has made certain statements in the book that is inconvenient for the government of India. It's inconvenient for the Prime Minister of India. പ്രസിദ്ധീകരണത്തിന് അനുമതി ലഭിക്കും മുമ്പ് പുസ്തകം ചോർന്നതിൽ ഡൽഹി പോലീസും കേസെടുത്തിരുന്നു. 24 ഡൽഹി. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. കോൺഗ്രസ് നേതാക്കളായ ജിതേന്ദ്ര സിംഗ്, ഭൂപേഷ് ബാഗൽ, ഗൌരവ് ഗൊഗോയ് എന്നിവർക്കെതിരെയാണ് മാനനഷ്ട കേസ്. വാർത്താസമ്മേളനത്തിൽ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞെന്നാരോപിച്ചാണ് നടപടി. അതേസമയം ഹിമന്തയുടെ വിവാദ AI വീഡിയോയിൽ കോൺഗ്രസ് MLA-മാരുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തു. വീഡിയോയ്ക്കെതിരെ CPI-യും CPIM-ഉം സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അസം മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ സത്യപ്രതിജ്ഞയുടെയും ഭരണഘടനയുടെയും ലംഘനമെന്ന് CPI നേതാവ് ആനി രാജ വിമർശിച്ചു. 2014 മുതൽ ഇങ്ങോട്ടേക്ക് നമുക്ക് കാണാം, ഓരോ ദിവസം കഴിയും തോറും രാജ്യത്തെ ജനങ്ങളെ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ഭിന്നിപ്പിക്കുന്നതിനും ഒക്കെയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ട് അത് നിരന്തരമായി നടത്തിക്കൊണ്ടുവരികയാണ്. ഒരു മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രിയായി ഏറ്റെടുത്ത അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സത്യപ്രതിജ്ഞ ലംഘനമാണ്. അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ലംഘനമാണ്. മണിപ്പൂരിൽ കുക്കി നാഗ വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം. 50ഓളം വീടുകൾക്ക് തീയിട്ടു. വെടിവെപ്പുണ്ടായതായും റിപ്പോർട്ടുണ്ട്. സംഘർഷത്തെ തുടർന്ന് മേഖലയിൽ കർഫ്യൂ ഏർപ്പെടുത്തി. ഇന്റർനെറ്റ് സേവനങ്ങൾക്കും നിരോധനമുണ്ട്. മണിപ്പൂർ ഉക്രൂലിലാണ് വീണ്ടും കുക്കി തെങ്കുൾ നാഗ വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. നിരവധി വീടുകൾക്ക് തീയിട്ടു. 50ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വെടിവെപ്പുണ്ടായതായും റിപ്പോർട്ടുണ്ട്. സംഘർഷത്തെ തുടർന്ന് ഉക്രൂലിൽ നിന്ന് നിരവധി പേർ സമീപമുള്ള സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി. മേഖലയിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്റർനെറ്റ് സേവനങ്ങൾ 5 ദിവസത്തേക്ക് നിരോധിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ വിദ്വേഷപരമായ വിവരങ്ങൾ പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയെ തുടർന്നാണ് നടപടി. ഉക്രൂലിലെ സംഘർഷബാധിത മേഖലകൾ കഴിഞ്ഞ ദിവസം മണിപ്പൂർ ഉപമുഖ്യമന്ത്രി ലോസി ദിഗോ സന്ദർശിച്ചിരുന്നു. ഇരുവിഭാഗം ഗോത്ര നേതാക്കളുമായും ഉപമുഖ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു. പിന്നാലെയാണ് ഇന്ന് വീണ്ടും മേഖലയിൽ സംഘർഷമുണ്ടായത്.
24 ഡൽഹി. AI ഉള്ളടക്കങ്ങളുടെ ദുരുപയോഗം തടയാൻ നിയമങ്ങൾ കർശനമാക്കി കേന്ദ്ര സർക്കാർ. പുതിയ നിയമപ്രകാരം കൃത്രിമമായി നിർമ്മിച്ച ഉള്ളടക്കങ്ങളിൽ അക്കാര്യം വ്യക്തമായി രേഖപ്പെടുത്തണമെന്ന് ഉത്തരവുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ കൃത്രിമ ഉള്ളടക്കം അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് ഉപയോക്താവ് പ്രസ്താവന നൽകണം. ആധികാരികത ഉറപ്പാക്കാൻ ആവശ്യമായ സാങ്കേതിക സംവിധാനങ്ങൾ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പുതിയ IT ഭേദഗതി ഈ മാസം 20 മുതൽ പ്രാബല്യത്തിൽ വരും. 114 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള കരാറിന് ഉടൻ അനുമതി ലഭിച്ചേക്കും. കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഈ ആഴ്ച അനുമതി നൽകും എന്നാണ് വിവരം. റഫാൽ യുദ്ധവിമാനം വാങ്ങുന്നതിനുള്ള 3.25 ലക്ഷം കോടി രൂപയുടെ വൻ കരാറിൽ ഏർപ്പെടാനാണ് പ്രതിരോധ മന്ത്രാലയം ഒരുങ്ങുന്നത്. പ്രതിരോധ മേഖലയിൽ ഏറ്റവും വലിയ കരാറിൽ ഏർപ്പെടാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത്. 114 റഫാൽ യുദ്ധവിമാനങ്ങൾ 3.25 ലക്ഷം കോടി രൂപയ്ക്ക് വാങ്ങാനാണ് തീരുമാനം. കരാറിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ സമിതി ഈ ആഴ്ച അനുമതി നൽകുമെന്നാണ് വിവരം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഈ മാസം 17-ന് ഇന്ത്യ സന്ദർശിക്കുന്നതിന് മുൻപായി തന്നെ യുദ്ധവിമാനം വാങ്ങാനുള്ള അന്തിമാനുമതി നൽകും. 18ഓളം യുദ്ധവിമാനങ്ങൾ പൂർണ്ണമായി നിർമ്മിച്ച ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറും. ബാക്കിയുള്ള യുദ്ധവിമാനങ്ങളുടെ 60% നിർമ്മാണം ഇന്ത്യയിലായിരിക്കും നടക്കുക. ഈ കരാറിലൂടെ ഇന്ത്യക്ക് ലഭിക്കുന്നത് റഫാൽ യുദ്ധവിമാനങ്ങളുടെ പുതിയ F4 പതിപ്പാണ്. ഒരേ സമയം വ്യോമാക്രമണം, പ്രതിരോധം, നിരീക്ഷണം, ആണവായുധ വിന്യാസം തുടങ്ങിയ ഒന്നിലധികം ദൗത്യങ്ങൾ നിർവഹിക്കാൻ ഈ യുദ്ധവിമാനത്തിന് സാധിക്കും. സാറ്റലൈറ്റ് ആശയവിനിമയ ലിങ്കുകൾ, സോഫ്റ്റ്വെയർ അധിഷ്ഠിത റേഡിയോകൾ എന്നിവ വഴി മറ്റ് വിമാനങ്ങളുമായും കമാൻഡ് നെറ്റ്വർക്കുമായും തത്സമയം വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുമെന്നതും ഈ യുദ്ധവിമാനങ്ങളുടെ മറ്റൊരു സവിശേഷതയാണ്. 24 ഡൽഹി. NCP നേതാവ് അജിത് പവാറിന്റെ മരണത്തിൽ ഗൂഢാലോചന ആരോപിച്ച് അനന്തരവൻ രോഹിത് പവാർ അവസാന നിമിഷം മദ്യപാനിയായ പൈലറ്റിനെ നിയമിച്ചതും ടേബിൾ ടോപ്പ് റൺവേ തിരഞ്ഞെടുത്തതും ഗൂഢാലോചനയുടെ ഭാഗമെന്നാണ് ആരോപണം. കിഴക്കൻ വിദർഭയിലെ ഒരു നേതാവാണ് മരാമതി യാത്ര 30-ാം തീയതിയിലേക്ക് മാറ്റിയത് എന്നുകൂടി രോഹിത് പവാർ വെളിപ്പെടുത്തി. വാർത്താസമ്മേളനത്തിനു പിന്നാലെ വിമാന കമ്പനിയായ VSRൽ സുരക്ഷാ ഓഡിറ്റിന് DGCA ഉത്തരവിട്ടു. അക്കമിട്ട സംശയങ്ങളാണ് ഗൂഢാലോചന ആരോപിക്കാൻ രോഹിത് പവാർ മുന്നോട്ട് വെച്ചത്. വിമാനം 1 മണിക്കൂറോളം വൈകിയാണ് മുംബൈയിൽ നിന്ന് പുറപ്പെട്ടത്. ഈ സമയം നേരത്തെ നിശ്ചയിച്ച 2 പൈലറ്റുമാരെയും മാറ്റി. പൈലറ്റുമാരിൽ ഒരാൾ ഗതാഗതക്കുരുക്കിൽപ്പെട്ടെന്നാണ് കാരണം പറഞ്ഞത്. പുലർച്ചെ എവിടെയാണ് ഗതാഗതക്കുരുക്ക്? ഒരാൾ വൈകിയതിന് എന്തിന് 2 പൈലറ്റുമാരെയും മാറ്റി? മാറി വന്ന പൈലറ്റ് സുമിത് കപൂർ മദ്യപിച്ച് വിമാനം പറത്തിയതിന് വിലക്ക് നേരിട്ടയാളാണ്. കടുത്ത മദ്യപാനി എന്ന് തെളിയിക്കുന്ന വിമാന കമ്പനിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ചാറ്റും രോഹിത് പവാർ പങ്കുവച്ചു. വിമാനം തകരുന്നതിന് 1 മിനിറ്റ് മുമ്പ് റഡാർ സിഗ്നലുകൾ ആരാണ് ഓഫ് ചെയ്തത്? റൺവേ 29-ൽ സുരക്ഷിതമായി ഇറങ്ങാമായിരുന്നിട്ടും എന്തിനാണ് ടേബിൾ ടോപ്പ് റൺവേ ആയ റൺവേ 11-ൽ വിമാനമിറക്കാൻ ക്യാപ്റ്റൻ വാശി പിടിച്ചത്? കാഴ്ചാപരിധി കുറവായിട്ടും എന്തിന് ലാൻഡിംഗിന് ശ്രമിച്ചു? It was not an accident, but it was planned एक्सीडेंट ऐसे हम सबको लगता है. इसीलिए हम सबकी डिमांड है इन्वेस्टिगेशन प्रॉपर होना चाहिए. CID के माध्यम से इन्वेस्टिगेशन चलना है तो चलने दो, लेकिन इट इज नॉट द राइट अथॉरिटी टू डू द इन्वेस्टिगेशन. അവസാന 4 മിനിറ്റിൽ സഹ പൈലറ്റ് മാത്രമാണ് എന്തെങ്കിലും സംസാരിക്കുന്നത്. മരണം വരിക്കാൻ പൈലറ്റ് സുമിത് തയ്യാറായി നിൽക്കുകയായിരുന്നു. തലേന്ന് ബാരാമതിയിലേക്ക് പോവേണ്ടിയിരുന്ന അജിത് പവാറിന്റെ യാത്ര പിറ്റേന്നത്തേക്ക് മാറ്റിയത് കിഴക്കൻ വിദർഭയിൽ നിന്നുള്ള ഒരു നേതാവ് കാരണമാണ്. വിമാനത്തിൽ ഇന്ധനം അധികമായി സംഭരിച്ചു വെച്ച് പറക്കും ബോംബാക്കി വിമാനത്തെ മാറ്റിയത് എന്തിനാണ്? വിമാനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? പറക്കും മുമ്പ് പരിശോധനകൾ നടത്തിയിട്ടുണ്ടോ? എന്നാൽ ഹാങ്ങറിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ എന്തുകൊണ്ട് ലഭ്യമല്ല? ഇതേ വിമാനം 2023-ൽ അപകടമുണ്ടാക്കിയതിന് പിന്നാലെ യൂറോപ്യൻ യൂണിയൻ VSR എന്ന വിമാന കമ്പനിയെ വിലക്കിയതാണ്. ആ അപകടത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അനുയായികളുടെ വൈകാരിക പ്രതികരണം ഒഴിവാക്കാനാണ് ദുരന്തത്തിന് പിന്നാലെ ദുരൂഹതയില്ലെന്ന് ശരത് പവാർ പറഞ്ഞതെന്നും രോഹിത് പവാർ വിശദീകരിച്ചു. വാർത്താ സമ്മേളനത്തിന് പിന്നാലെ വിമാന കമ്പനിയായ VSRൽ പ്രത്യേക സംഘത്തെ സുരക്ഷാ ഓഡിറ്റിംഗിന് DGCA നിയോഗിച്ചു. ഫെബ്രുവരി 15-നകം റിപ്പോർട്ട് ലഭിക്കും. മറ്റു ചാർട്ടേഡ് വിമാന കമ്പനികളിലും ഈ മാസം സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തും. ബാരാമതി ദുരന്തത്തിന് പിന്നിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ അന്താരാഷ്ട്ര ഏജൻസികളുടെ സാന്നിധ്യത്തിലുള്ള അന്വേഷണം വേണമെന്നതാണ് രോഹിത് പവാർ ആവശ്യപ്പെടുന്നത്. മുംബൈയിലെ YB ചവാൻ സെന്ററിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. തിരുവല്ല സ്പാ കേന്ദ്രത്തിലെ കൂട്ടബലാത്സംഗത്തിൽ പിടിയിലായ പ്രതി സുബിൻ അലക്സാണ്ടറെ 3 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. സുബിനെതിരെ കാപ്പ ചുമത്താനുള്ള നീക്കവും പോലീസ് വേഗത്തിലാക്കി. തിരുവനന്തപുരത്തും കോഴിക്കോടും സ്പാകളിൽ പരിശോധന കർശനമാക്കുകയാണ് കോർപ്പറേഷനുകൾ.
റിമാൻഡിലായിരുന്ന പ്രതിയെ 3 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്ത് സംഭവം നടന്ന സ്പായിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. നിലവിൽ സുബിനെ മാത്രം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മതിയെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. ഇതോടൊപ്പം സുബിൻ അലക്സാണ്ടർക്കെതിരെ വീണ്ടും കാപ്പ ചുമത്താനാണ് പോലീസ് നീക്കം. പിടിയിലായ മറ്റ് 2 പ്രതികൾക്കെതിരെയും കടുത്ത നടപടിയുണ്ടാകും. കേസിൽ 3 പ്രതികൾ ഒളിവിലാണ്. ഇവർ ബംഗളൂരുവിലുണ്ടെന്നാണ് വിവരം. അന്വേഷണ സംഘം വിപുലപ്പെടുത്തിയായിരിക്കും തുടരന്വേഷണം. സംഭവത്തിൽ കർശനമായ അന്വേഷണം നടത്തുമെന്നും പോലീസുകാർക്കിടയിൽ തെറ്റുകാരുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. എത്രയും പെട്ടെന്ന് പ്രതികൾ അറസ്റ്റ് ചെയ്യുക, അവർക്കെതിരായിട്ടുള്ള കർശനമായ നടപടി സ്വീകരിക്കുന്നതാണ്. ആരെങ്കിലും ബ്ലാക്ക് ഷീപ്സ് ഉണ്ടെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവർക്കെതിരായിട്ടുള്ള കർശന നടപടി ഉണ്ടാവും. ഇതിൽ വളരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാവുന്നതാണ് അതിലേക്ക്. അതുപോലെ തന്നെ എവിടെയെങ്കിലും ഗുണ്ടാ പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ അവർക്കെതിരായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ളതും കർശനമായ നടപടി സ്വീകരിക്കാൻ പോകുന്നതാണ്. തിരുവല്ലയിലെ അതിക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ അനധികൃത സ്പാകൾക്കെതിരെ തിരുവനന്തപുരത്തും കോഴിക്കോടും കോർപ്പറേഷനുകളുടെ നേതൃത്വത്തിൽ നടപടികൾ തുടരുകയാണ്. ഇന്നലെ നടത്തിയ പരിശോധനയിൽ ലൈസൻസ് ഇല്ലാതെ 17 സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി. ഈ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചു. തിരുവനന്തപുരത്തിന് പിന്നാലെ കോഴിക്കോടും നാളെ മുതൽ പരിശോധന ആരംഭിക്കും. ചട്ടലംഘനങ്ങൾ കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ പ്രതികരിച്ചു. 24 പത്തനംതിട്ട. കേരള സർവകലാശാല കലോത്സവം നടത്താനുള്ള വിദ്യാർത്ഥി യൂണിയന്റെ അവകാശവാദം തള്ളി യൂണിയനെ തന്നെ അസാധുവാക്കി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. SFI പ്രതിഷേധത്തിനിടെ അടുത്ത യൂണിയൻ തിരഞ്ഞെടുപ്പിനുള്ള നോട്ടിഫിക്കേഷൻ സർവകലാശാല പുറത്തിറക്കി. ഇതോടെ യൂണിയൻ അസാധുവായി. മണിക്കൂറുകൾ നീണ്ട SFI പ്രതിഷേധത്തിനിടെ നാടകീയമായിട്ടായിരുന്നു VCയുടെ നീക്കം. പ്രതികാര നടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് SFI അറിയിച്ചിട്ടുണ്ട്. പതിവ് പോലെ പോലീസ് നോക്കി നിൽക്കെ ബാരിക്കേഡുകൾ മറികടന്ന് കേരള സർവകലാശാല രജിസ്ട്രാറുടെ ചേംബറിന് മുന്നിലെത്തി SFI പ്രതിഷേധം. നിരവധി തവണ പോലീസുമായി സംഘർഷമുണ്ടായി. രജിസ്ട്രാറുടെ ചേംബറിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധം തുടരുന്നതിനിടെ പോലീസ് അറസ്റ്റിലേക്ക് കടന്നു. ഇതോടെ വീണ്ടും സംഘർഷം. കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് SFI മാർച്ച് നടത്തി. ഒരു ഭാഗത്ത് പ്രതിഷേധവും സംഘർഷവും തുടരുന്നതിനിടെ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥി യൂണിയനെ തന്നെ അസാധുവാക്കി നടപടിയെടുത്തു. 2026-27 യൂണിയൻ തെരഞ്ഞെടുപ്പിനുള്ള ജനറൽ കൗൺസിൽ രൂപീകരിച്ച് വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെയാണ് നിലവിലെ യൂണിയൻ അസാധുവായത്. ഈ മാസം 28 വരെ യൂണിയന് കാലാവധി ഉണ്ടായിരിക്കെയാണ് വൈസ് ചാൻസലറുടെ പ്രതികാര നടപടി. ജനാധിപത്യപരമായി വിദ്യാർത്ഥികൾ തെരഞ്ഞെടുത്ത ഒരു യൂണിയനെ അതിനെ പൂർണ്ണമായും ജനാധിപത്യ വിരുദ്ധമായി ഇന്നിപ്പോൾ തള്ളിയിരിക്കുകയാണ്. അതിൻ്റെ അവകാശങ്ങൾ, കലോത്സവം നടത്താനുള്ളത്, അതിനെ തുടർന്ന് സർവകലാശാല പരിപാടികൾ നടത്താനുള്ള എല്ലാ അവകാശങ്ങളും റദ്ദ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതോടെ സർവകലാശാല കലോത്സവം നടത്തിപ്പും പ്രതിസന്ധിയിലായി. 24 തിരുവനന്തപുരം. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ സ്വന്തം ജില്ലയിലോ 3 വർഷത്തിൽ കൂടുതൽ സേവനമനുഷ്ഠിക്കുന്ന സ്ഥലങ്ങളിലോ നിയമിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഈ മാസം 28-ന് മുൻപായി ഇതു സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. തുടർഭരണത്തിനെതിരായ കവിയും കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ K. സച്ചിദാനന്ദന്റെ വിമർശനങ്ങൾക്ക് പിന്നാലെ അനുനയ നീക്കവുമായി CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ സച്ചിദാനന്ദനെ വീട്ടിലെത്തി കണ്ടു. തുടർഭരണവുമായി ബന്ധപ്പെട്ട തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് ഇന്നും സച്ചിദാനന്ദൻ വ്യക്തമാക്കി. തുടർഭരണം നല്ലതല്ലെന്ന K. സച്ചിദാനന്ദന്റെ പരാമർശം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചതോടെയാണ് CPIMന്റെ അനുനയ നീക്കം. CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറും സാഹിത്യകാരനും സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റുമായ അശോകൻ ചെരുവിലുമാണ് തൃശൂർ അരണാട്ടുകരയിലെ വീട്ടിലെത്തി സച്ചിദാനന്ദനെ കണ്ടത്. സച്ചിദാനന്ദന്റേത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതികരണമായി കണക്കാക്കുന്നില്ലെന്ന് KV അബ്ദുൽ ഖാദർ. കേരളത്തിലെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു നിലപാടെടുത്തു എന്ന അർത്ഥത്തിൽ കാണേണ്ടതില്ല എന്ന് തന്നെയാണ് അദ്ദേഹവുമായി ഞാനും അശോകൻ ചെരുവിലും സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായ കാര്യം. ഇടത് സൈബറിടങ്ങളിൽ നിന്ന് വിമർശനം കടുത്തതോടെ നിലപാട് ആവർത്തിക്കുകയാണ് സച്ചിദാനന്ദൻ. താൻ പറഞ്ഞ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സൈബറിടങ്ങളിലെ ആൾക്കൂട്ടത്തിന് കഴിഞ്ഞില്ല. ഇതൊന്നും മനസ്സിലാക്കാത്തവരോട് മറുപടി പറയേണ്ടി വരുന്നതിൽ ലജ്ജ തോന്നുന്നെന്നും ഫേസ്ബുക്കിൽ K. സച്ചിദാനന്ദൻ കുറിച്ചു.
സച്ചിദാനന്ദനോടുള്ള വിയോജിപ്പ് CPIM നേതാക്കൾ ഇന്നും പ്രകടിപ്പിച്ചു. ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട തുടർഭരണം വരുമ്പോൾ ഞങ്ങൾ തന്നെ കാണുന്ന ചിലപ്പോൾ തെറ്റായ പ്രവണതകൾ വരാം. അതിനെല്ലാം ജാഗ്രതയോടുകൂടി കാണണം. അത്രയും ആശ്വാദമായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതേസമയം സച്ചിദാനന്ദനുള്ള പിന്തുണ ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം. ഇന്ന് ഞങ്ങളെക്കാൾ കൂടുതൽ ആള് ഇവർ അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങണം എന്ന് ആഗ്രഹിക്കുന്നത് ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരും, കുഞ്ഞികൃഷ്ണയൊക്കെ പോലുള്ള ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരും, അതുപോലെ ഇടതുപക്ഷത്തെക്കുറിച്ച് സ്വപ്നം കണ്ടു നടന്ന ഇടതുപക്ഷ സഹയാത്രികരുമാണ്. സച്ചിദാനന്ദന്റെ നിലപാടിനെ വിമർശിച്ച് സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളിയും രംഗത്തെത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒളിയം പെയ്തും CPIM ആലപ്പുഴ നേതൃത്വത്തെ കടന്നാക്രമിച്ചും മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ. തിരഞ്ഞെടുപ്പിലെ 2 ടേം വ്യവസ്ഥ എല്ലാവരും പാലിക്കുന്നില്ലെന്ന് 24ന്റെ ഫോർ ദ പീപ്പിളിൽ ജി സുധാകരൻ പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയിൽ ക്രിമിനൽ സംഘങ്ങളുണ്ടെന്നും ജി സുധാകരൻ തുറന്നടിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ CPIMലെ 2 ടേം വ്യവസ്ഥയിൽ തുറന്നടിക്കുകയാണ് ജി സുധാകരൻ. എല്ലാവരുടെയും കാര്യത്തിൽ ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല. ആ 2 ടേം എന്നുള്ളത് വേണോ എന്നുള്ളത് പാർട്ടിയുടെ നേതൃത്വം സ്വീകരിക്കേണ്ടതാണ്. പാർട്ടി തെറ്റ് കാണിച്ചതായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. തെറ്റ് തിരുത്തലാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഭാവികാല ഫലങ്ങൾ ചില തീരുമാനങ്ങൾക്ക് ഭാവികാല ഫലത്തിൽ ഗുണകരമായിരിക്കില്ല എന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവൊക്കെ ഉള്ള ഒരു പാർട്ടിയിലുണ്ട്. കാരണം ഈ വയസ്സിന്റെ അടിസ്ഥാനത്തിലുള്ള റിട്ടയർമെന്റ് ലോകത്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഇല്ല. തിരഞ്ഞെടുപ്പിൽ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നും ജി സുധാകരൻ 24നോട് പറഞ്ഞു. സ്ഥാനാർത്ഥി ആവണമെങ്കിൽ പാർട്ടി മെമ്പറായ ഞാൻ ആവണമെങ്കിൽ പാർട്ടി തീരുമാനിക്കണം. പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ മത്സരിക്കുന്നതിൽ തയ്യാറാണ്, ബുദ്ധിമുട്ടില്ല. അതാണ് ഞാൻ ഒരു മാസം മുമ്പ് എന്തോ ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ആലപ്പുഴ CPIM ജില്ലാ നേതൃത്വത്തിനെതിരെയും രൂക്ഷ വിമർശനം. അല്ല, എന്തുകൊണ്ടാണ് സർക്കാർ പരിപാടികളിൽ നിന്നും പാർട്ടി പരിപാടികളിൽ നിന്നും താങ്കൾ അകറ്റി നിർത്തുന്ന ഒരു സമീപനം? അകറ്റി നിർത്തുന്നത് ഇവിടുത്തെ ജില്ലാ നേതൃത്വം. അവർക്ക് നമ്മൾ ആവശ്യമിടുന്നുണ്ട്, അവർക്ക് പ്രാഗൽഭ്യമുണ്ട്, അവർക്കെല്ലാം അറിവുണ്ട്. അവർ നടത്തുക. എനിക്ക് തർക്കമില്ല, ഞാൻ പരാതി കൊടുത്തിട്ടില്ലല്ലോ. ഞാൻ ഇന്നേ വരെ ഒരു പരാതി സ്റ്റേറ്റ് കമ്മിറ്റിക്ക് കൊടുത്ത് അറിയാവോ? SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയല്ലെന്നും ജി സുധാകരൻ. മന്ത്രിമാരിൽ നിന്നുള്ള അവഗണന നേരിട്ടു. വൈറ്റിലപ്പാലം പൊളിച്ചു കളയണമെന്ന മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രസ്താവന തന്നോടോ പൊതുമരാമത്ത് മന്ത്രിയോടോ ആലോചിക്കാതെയെന്നും ജി സുധാകരൻ പറഞ്ഞു. 24ന്റെ ഫോർ ദ പീപ്പിൾ അഭിമുഖ പരിപാടിയിലാണ് ജി സുധാകരന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് 24. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്ന A സുരേഷിനെ പാലക്കാട് മലമ്പുഴ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം. A സുരേഷുമായി കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തി. തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് A സുരേഷിന്റെ പ്രതികരണം. സുരേഷിനെ സ്വാഗതം ചെയ്യുകയാണ് കോൺഗ്രസ് നേതാക്കൾ. CPIMന്റെ കുത്തക മണ്ഡലങ്ങളിലൊന്നായ മലമ്പുഴയിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. VS അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റും വിശ്വസ്തനുമായിരുന്ന A സുരേഷുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തി. ഇക്കാര്യം A സുരേഷും സ്ഥിരീകരിച്ചു. എന്നാൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് A സുരേഷിന്റെ പ്രതികരണം. കോൺഗ്രസ് ലീഡേഴ്സ് KPCC ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ സംസാരിച്ചിരുന്നു. ഇത് മാത്രമല്ല, പല കാര്യങ്ങളും എന്നോട് സംസാരിച്ചിരുന്നു. തൽക്കാലം ഞാനൊരു തീരുമാനം എടുത്തിട്ടില്ല. ഞാനിപ്പോഴും ഒരു ഇടതുപക്ഷ അനുഭാവിയായി തുടരുക തന്നെയാണ്. ഞാനൊരു പാർട്ടിയിൽ ചേരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇടതുപക്ഷ മൂല്യങ്ങൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനൊരു പാർട്ടിയിലും ചേരാൻ ഇതുവരെ ഉദ്ദേശിച്ചിട്ടില്ല. സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ പാർട്ടി ഒറ്റക്കെട്ടായി ഇറങ്ങുമെന്ന് കോൺഗ്രസ് നേതാക്കൾ. എന്താണെങ്കിലും സുരേഷിനെ പോലുള്ളൊരു ആൾ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണെങ്കിൽ മലമ്പുഴ മണ്ഡലത്തിലെ UDFന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ 2 കൈ നീട്ടി സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും തർക്കവുമില്ല. ഉചിതമായിട്ടുള്ള നല്ല ആളുകളെ കണ്ടെത്താൻ ആണ് സമിതി കോൺഗ്രസിന്റെ. അവർ തീരുമാനിക്കും ആരാ ഫിറ്റ്. അവർ തീരുമാനിച്ച് ഇന്ന ആളാണെങ്കിൽ ആരെ വന്നാലും ഈ പാർട്ടിക്ക് ആൾ വരുന്നത് സന്തോഷമുള്ളൂ. ആര് വന്നാലും വിരോധമില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മലമ്പുഴയിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു. അപ്രതീക്ഷിത സ്ഥാനാർത്ഥി നീക്കത്തിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ദീർഘകാലമായി CPIMുമായി അകൽച്ചയിലാണ് സുരേഷ്. 24 പാലക്കാട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഈ മാസം 18-ന് വിധി പറയും. തന്ത്രിക്കെതിരെ നിർണായക തെളിവുകളാണ് SIT കോടതിയിൽ സമർപ്പിച്ചത്. തന്ത്രിക്കും ഭാര്യയ്ക്കും ആദായ നികുതി വകുപ്പിനെ അറിയിക്കാത്ത നിക്ഷേപമുണ്ടെന്ന് SIT കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഭാര്യയുടെ പേരിൽ 62 ലക്ഷം രൂപയും തന്ത്രിയുടെ പേരിൽ 2,05 ലക്ഷം രൂപയും നിക്ഷേപമുണ്ട് എന്നാണ് കണ്ടെത്തൽ. തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ നിർണായക തെളിവുകളാണ് SIT കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. തന്ത്രിയുടെ ജാമ്യാപേക്ഷ എതിർത്ത SIT കുടുംബാംഗങ്ങളുടെ അടക്കം സാമ്പത്തിക സ്രോതസ്സിന്റെ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി. തന്ത്രിയുടെ ഭാര്യയുടെ പേരിൽ 62 ലക്ഷവും തന്ത്രിയുടെ പേരിൽ 2.05 കോടി രൂപയും നിക്ഷേപമുണ്ട്. കുന്നത്തുകളത്തിൽ ഫിനാൻസ് സ്ഥാപനത്തിൽ വൻ നിക്ഷേപം ഇവർക്കുള്ളതായും കണ്ടെത്തലുണ്ട്.
2024-25 സാമ്പത്തിക വർഷം 7 ലക്ഷത്തിലധികം രൂപ തന്ത്രി കൈപ്പറ്റിയതായാണ് SIT കോടതിയെ അറിയിച്ചിട്ടുള്ളത്. തന്ത്രി പൊതുസേവകരെന്ന ഗണത്തിൽ ഉൾപ്പെടുമെന്നും പ്രത്യേക അന്വേഷണ സംഘം. 2004 മുതൽ പോറ്റിയുമായി തന്ത്രിക്ക് ബന്ധമുണ്ട്. ആദായ നികുതി വകുപ്പിനെ അറിയിക്കാത്ത നിക്ഷേപം തന്ത്രിക്കും ഭാര്യയ്ക്കുമുണ്ട്. തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം ദൃഢമെന്നും SIT. അടച്ചിട്ട കോടതിയിലായിരുന്നു പ്രോസിക്യൂഷൻ വാദം. കഴിഞ്ഞ ദിവസം പ്രതിഭാഗം വാദം പൂർത്തിയായിരുന്നു. ആചാരപരമായ കാര്യങ്ങളിലല്ലാതെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിൽ തന്ത്രിക്ക് ഇടപെടാനാകില്ലെന്നാണ് പ്രതിഭാഗം വാദം. വൈക്കം ക്ഷേത്രത്തിലെ ഉൾപ്പെടെ കോടതി ഉത്തരവുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു വാദം. ഇരു കേസുകളിലും തന്ത്രി സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ വാദം കേട്ട കോടതി ഈ മാസം 18-ന് വിധി പറയും. 24 കൊല്ലം. ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിലെ സ്വർണ്ണക്കവർച്ച അന്വേഷിക്കാൻ വിജിലൻസ് പ്രത്യേക സംഘം രൂപീകരിച്ചു. വിജിലൻസ് ഡിവൈഎസ്പി CS ഹരിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. സ്വർണം പൂശിയ ശേഷം മിച്ചം വന്ന 233 ഗ്രാം സ്വർണം എവിടെയെന്ന് കണ്ടെത്താൻ ആയില്ലെന്നാണ് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. കൊടിമരം സ്വർണം പൂശാൻ 3,20,00,000 രൂപ നൽകി കസ്റ്റംസിൽ 9.573 ഗ്രാം സ്വർണമാണ് ദേവസ്വം ബോർഡ് വാങ്ങിയത്. ഇതിൽ 9.34 ഗ്രാം കൊടിമരത്തിൽ ഉപയോഗിച്ചു. ബാക്കി വന്ന 233 ഗ്രാം സ്വർണത്തിലാണ് വ്യക്തതക്കുറവ്. ഇതിനു പുറമെ 6 ഭക്തർ ചേർന്ന് 412 ഗ്രാം സ്വർണവും കൈമാറി. ഈ കണക്ക് മഹസറിലുണ്ടെങ്കിലും തിരികെ രസീത് നൽകിയതായി കാണുന്നില്ലെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. കൊടിമര പുനഃപ്രതിഷ്ഠ അന്വേഷിക്കാൻ വിജിലൻസ് പ്രത്യേക സംഘം രൂപീകരിച്ചു. വിജിലൻസ് ഡിവൈഎസ്പി CS ഹരിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. തെക്കൻ മേഖല വിജിലൻസ് SPക്കാണ് മേൽനോട്ട ചുമതല. ഇതിനിടെ കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് സിനിമാ താരങ്ങൾ സംഭാവന നൽകുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. സുരേഷ് ഗോപി, ഷാജി കൈലാസ്, രൺജി പണിക്കർ എന്നിവർ സംഭാവന നൽകി. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്കിടെ തന്നെ ചോദ്യം ചെയ്യാനാണ് നീക്കമെന്ന് ദേവസ്വം ബോർഡ് മുൻ അംഗവും കോൺഗ്രസ് നേതാവുമായ അജയ് തറയിൽ. CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് എന്നെ വിളിച്ച് പറഞ്ഞ അജയ സൂക്ഷിക്കണം, VD സതീശന്റെ ജാഥ, പുതുയുഗ ജാഥ എറണാകുളത്ത് വരുമ്പോൾ അജയ് തറയിലിനെ ചോദ്യം ചെയ്യാനുള്ള പദ്ധതിയാണ് ഗവൺമെന്റ് ഇട്ടിരിക്കുന്നത്. കൊടിമര പുനർനിർമ്മാണത്തിലെ അന്വേഷണം ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി. സ്വർണ്ണ കൊള്ളയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ ശ്രമിച്ചവർക്ക് ഹൈക്കോടതിയുടെ പുതിയ വിധിയോടെ കോൺഗ്രസിന്റെ പ്രമുഖ നേതൃത്വത്തിന് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം കൊടിമര മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ട് എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഫോട്ടോയുടെ പേരിൽ അടൂർ പ്രകാശിന്റെ മൊഴിയെടുത്ത സ്ഥിതിക്ക് മുഖ്യമന്ത്രിയുടെ മൊഴിയും എടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ പിണറായി വിജയന്റെ പടമുണ്ട്. അടൂർ പ്രകാശിന്റെ മൊഴിയെടുക്കുകയാണെങ്കിൽ പിണറായി വിജയന്റെ മൊഴിയെടുക്കണം. എന്താ സംശയം? അതായത് ഇയാൾ കള്ളനാണ്, കൊള്ളക്കാരനാണ് എന്ന് അറിയുന്നതിന് മുമ്പുള്ള ചിത്രമാണ്. അയാൾ എത്രയോ ആളുകളുടെ കൂടെ ചിത്രം എടുത്താണ്. കൊടിമര പുനഃപ്രതിഷ്ഠയിൽ 1 മാസത്തിനുള്ളിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. 24 കൊച്ചി. കാസർഗോഡ് ഇൻഫ്ലുവൻസർ രേഷ്മയുടെ മരണം ആത്മഹത്യയെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. യുവതിയുടെ ആൺ സുഹൃത്തിന്റെ മൊഴിയിൽ അസ്വാഭാവികതയില്ലെന്നും അന്വേഷണ സംഘം. ആൺ സുഹൃത്തിന്റെയും രേഷ്മയുടെയും മൊബൈൽ ഫോണുകളിൽ നടത്തിയ പരിശോധനയിലും മരണകാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം ലഹരി മാഫിയ സംഘവുമായി രേഷ്മയ്ക്ക് ബന്ധമുണ്ടായിരുന്നുവെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. രേഷ്മ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ പോലീസ് ശാസ്ത്രീയ പരിശോധന നടത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.